ഇനി ഇതിൻ്റെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഈ ഇടിയാണ്. ഇത് ഇടിച്ച് വേണം ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. ഇതിങ്ങനെ ഇരിക്കുന്നതിനെ നമ്മൾ ഇടിച്ച് കലക്കി റെഡിയാക്കി എടുക്കണം. അതിനാണ് ഈ തടിയിൽ ഒരു സ്പൂൺ എടുത്തത്. ഹായ് ഗായ്സ്, വെൽക്കം ടു ദ റോയൽ ഫുഡ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു ഐറ്റം സർബത്താണ്. സർബത്ത് എന്ന് വെച്ചാൽ ഇതിൽ പൈനാപ്പിൾ മുതൽ ഈ പഴം, നൊങ്ക്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. വില 40 വരെ ഉണ്ടാവുള്ളൂ ഗ്ലാസ്സിന്. അപ്പോൾ ആ സാധനമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ചാനലിലെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ ആദ്യം നമുക്ക് ഈ പൈനാപ്പിളിനെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യണം. നമുക്ക് ആദ്യം ഈ പൈനാപ്പിളിനെ അരിഞ്ഞ് ഇതിൽ ചെറിയ മുള്ളൊക്കെ ഉണ്ട്, മുള്ളൊക്കെ കളഞ്ഞിട്ട് ഇതിനെ ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഏതാണ്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഓക്കെ. ആദ്യം ഈ വേസ്റ്റിനെ ഒന്ന് മാറ്റിയിട്ട് ഇപ്പോൾ തറയിലിട്ട് കഴിഞ്ഞാൽ കോഴികൾ തിന്നോളൂ. നമുക്ക് വേസ്റ്റ് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ. നമുക്കിനി ഇതിനെ അരിഞ്ഞ് ചെറിയ ചെറിയ പീസാക്കി എടുക്കാം. പോയാൽ എല്ലാം കൂടെ ഇതിന് ഇത്ര അളവൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ പേർക്ക് ഉണ്ടാക്കണേ കൂടുതലിട്ട് ഉണ്ടാക്കാം. പഴങ്ങളല്ലേ, അതുകൊണ്ട് വിഷയമൊന്നുമില്ല. നമുക്കിവിടെ കടയിൽ നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ്. പണ്ട് മുതലേ ഇവിടെയൊക്കെ കിട്ടുന്ന ഒരു ജ്യൂസാണിത്. എല്ലായിടത്തും നൊങ്ക് സെപ്പറേറ്റ് ആയിരിക്കും സർബത്താക്കുന്നത്. ഇവിടെ പക്ഷേ നൊങ്ക് ഇതിൻ്റെ കൂടെ സർബത്താക്കി മിക്സ് ചെയ്ത് തരും. ഇതിൽ മാതളവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടും. പക്ഷേ ഇന്ന് ഞാൻ അതൊന്നും ഇടുന്നില്ല. ബാക്കി സാധനങ്ങൾ മാത്രമേ ഇടുന്നുള്ളൂ. ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇല്ല, അന്നത്തെ പോലത്തെ ചാറില്ല കേട്ടോ അമ്മ. അന്നുണ്ടായിരുന്നില്ല, ഭയങ്കര ചാറായിരുന്നില്ലേ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത് അരിഞ്ഞ സാധനത്തിനെല്ലാം ഇതിലെടുത്തിടാം ആദ്യം. ഓക്കെ. ആ കൈ കൊണ്ടെടുത്തിടാം. ആദ്യം പൈനാപ്പിൾ ഇട്ട് ഇനി ഒരു 4-5 പഴം. ഈ പഴം ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് 4-5 പഴം. ഇതെന്തോന്ന് പഴം? കപ്പപ്പഴത്തിൻ്റെ വെള്ള പഴമാണ്. പ്യായനെന്ന് എന്തോ പറയും. പ്യായൻ പഴം. വേറെ നാട്ടിലൊക്കെ വേറെ പേരായിരിക്കും. ഇവിടെ കൂടെ കടകളിൽ ഈ പഴമാണ് സർബത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് തന്നെ എടുത്തത്. രണ്ടെണ്ണം കൊടുക്കാം. ഇത് ഈ ജ്യൂസ് അടിക്കുന്ന കടകളിലൊക്കെ ഈ പഴമുണ്ട്. പക്ഷെ അവർ ഒന്നും വിൽക്കത്തില്ല. ഇത് ചില പഴക്കട അതുപോലെ സ്ഥലങ്ങളിൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. അല്ലാതെ ജ്യൂസ് അടിക്കുന്ന കടകളിലൊക്കെ ഇത് ഒരുപാട് തൂക്കിയിട്ടിട്ടുണ്ടാവും. പക്ഷേ അവരൊന്നും കൊടുക്കത്തില്ല.
അവർക്ക് ഇത് വെച്ച് ഉണ്ടാക്കുന്ന ജ്യൂസ് നല്ല ചിലവാണ്. അപ്പോൾ 5 പഴം ഇട്ടിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ഈ നൊങ്കിനെയും കൂടെ ഇതിലോട്ട് ചേർക്കാം. നമുക്ക് വേറൊരു സർവത്തിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പേ. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തൊരു ചാനൽ കയറി കണ്ടാൽ മതി. അതും സൂപ്പർ ടേസ്റ്റുള്ള സാധനമാണ്. ഇത് അതിൽ നിന്നും വ്യത്യാസമായിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യുന്നൊരു ജ്യൂസാണ്. നമുക്കിനി ഇതിനെ ഒരു സ്പൂണുണ്ട്, സ്പൂണിൻ്റെ ബാക്ക് കൊണ്ട് നമുക്കിതിനെ ഇളച്ചിതിലോട്ട് ഇടാം. ഓക്കെ, ഇതിൽ കുറച്ചേ ഉള്ളൂ, ചെറിയ നൊങ്ക്. നിങ്ങൾ വാങ്ങിക്കുമ്പോൾ കുറച്ച് വലിയ നൊങ്ക് നോക്കി വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചേ ഉണ്ടാകത്തുള്ളൂ. ഞാൻ ഒരെണ്ണം കുറച്ച് വലുത് കിട്ടി, ഒരെണ്ണം ചെറുതായി കിട്ടിയുള്ളൂ. ഇതിൽ 3 എണ്ണം ഉണ്ട്, 3 നൊങ്കുള്ളതാണ്. നമുക്കിനി ഇതും കൂടെ ഇതിലോട്ട് ഇളച്ചിടാം. ഇതിൻ്റെ മീതെ ഈ കാണുന്ന തൊലി ഉണ്ടല്ലോ, ഇത് കഴിക്കാൻ കൊള്ളാവുന്നതാണ്. അതുകൊണ്ട് കളയേണ്ട ആവശ്യമൊന്നുമില്ല, കഴിച്ചാൽ നല്ല തന്നെയാണത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതിൽ ചേർക്കേണ്ടത് കസ്കസ്. കസ്കസ് ഇത് കുറച്ച് കൂടുതലെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായതുകൊണ്ട് കസ്കസും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിലോട്ട് വേണ്ടത് നന്നാരി എസൻസ്. ഇതും കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കും. കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഈ ഇടിയാണ്. ഇത് ഇടിച്ച് വേണം ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. ഇതിങ്ങനെ ഇരിക്കുന്നതിനെ നമ്മൾ ഇടിച്ച് കലക്കി റെഡിയാക്കി എടുക്കണം. അതിനാണ് ഈ തടിയിൽ ഒരു സ്പൂൺ എടുത്തത്. വെച്ചിട്ട് ഇതിലിട്ട പഴം എല്ലാം ഉടങ്ങി റെഡിയായി വരണം. അതാണ് ഇതിൻ്റെ പരുവം. പൈനാപ്പിൾ പൂർത്തിയായിട്ട് ഉടയണ്ട, പക്ഷെ ബാക്കി ഇട്ട പഴം, ഈ പഴം നല്ല രീതിയിൽ ഉടഞ്ഞു വരണം. വേറെ പഴം ഞാൻ ചേർത്ത് നോക്കുക. ഇത് സാധനം പക്ഷേ കിട്ടാൻ കുറച്ച് പാടായിരുന്നു ഈ പഴം. അത് ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റിന് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും നമ്മൾ ഇതിനു മുമ്പേ കുടിച്ചിട്ടുള്ളതും. അതുകൊണ്ടാണ് ഈ പഴം തന്നെ വാങ്ങിച്ച് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഉണ്ടാ പഴയതാണ്ട് ഉടഞ്ഞ് ഇനി കുറച്ചുകൂടെ ഉള്ളു. അപ്പോൾ ഇതിൽ കുറച്ചുകൂടെ ഇനി നന്നാരി എസൻസ് കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഇപ്പോൾ പഴയ ഏതാണ്ട് ഉടഞ്ഞ് തീർന്നിട്ടുണ്ട്. ഇനി വെള്ളം, ഐസ് കട്ട ഉണ്ടെങ്കിൽ ഐസ് കട്ട ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം.
വെള്ളം ഒഴിച്ച് നന്നായിട്ട് കലക്കി അതൊരു കട്ടി പരുവം ഏതാണ്ട് ആവും. എല്ലാം തന്നെ വെള്ളം മാത്രം തെളിഞ്ഞ് നിൽക്കും. വേറെ പഴങ്ങൾ ഉടയാനൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ എല്ലാം ഉടച്ച് റെഡിയാക്കി എടുത്താൽ ഓക്കെ. അപ്പോൾ സാധനം ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഇനി ഒരു ഗ്ലാസ്സിലോട്ടാക്കാം. ഞാൻ ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഇതിലോട്ടാക്കാം. ഈ തവിയുണ്ട് കോരി ഒഴിക്കാം. നിങ്ങളിത് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഓക്കെ. അതിൻ്റെ ആ കട്ടിയുണ്ടോ വെള്ളം ഒഴിച്ചിട്ടും കൂടെ സെറ്റ് നല്ല കട്ടിയായിട്ടിരിക്കുന്നുണ്ടോ? ശരീരം തണുക്കണമെങ്കിൽ കൂമ്പും മറ്റേ ഇത് നൊങ്കും ഇതേപോലെ സാധനങ്ങളൊക്കെ ഇട്ട് ജ്യൂസ് അടിച്ച് കുടിക്കണം ചൂട് സമയത്ത്. ഇപ്പോൾ കുറച്ച് മഴ സമയത്താണ്, കുഴപ്പമില്ല ഓക്കെ. അപ്പോൾ ഒരുപാടുണ്ട്, സാധനം ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ബാക്കി പറയാം ഓക്കെ. അതേപോലെ ഉണ്ടോയെന്ന് അറിയണമല്ലോ ഉണ്ടാക്കിയ സാധനം. നമ്മൾ കടയിൽ നിന്ന് കുടിക്കണം അതേ ടേസ്റ്റ് ഒരു മാറ്റില്ല. സൂപ്പർ സാധനം എന്ന് വെച്ചാൽ സൂപ്പർ സാധനം. അപ്പോൾ നിങ്ങൾക്ക് ഈ പഴവും സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ ട്രൈ ചെയ്ത് എന്തായാലും ഒരു ഗ്ലാസ്സിന് 40 രൂപ. ഒരു 2 നൊങ്കും വാങ്ങിച്ച് കുറച്ച് പഴവും വാങ്ങിച്ച് അതേപോലെ എസൻസ് ഉണ്ടെങ്കിൽ വീട്ടിലുള്ള എല്ലാവർക്കും കുടിക്കാം. ഒരു 75-80 രൂപ അകത്ത് നിൽക്കും ഇതെല്ലാം കൂടെ. കുറച്ചായിട്ട് വാങ്ങിച്ചാൽ മതി. 3 പഴം 4 പഴം അങ്ങനെയൊക്കെ വാങ്ങിച്ചാൽ ഒരു 80-90 രൂപ അകത്ത് നിൽക്കും. വീട്ടിലുള്ള എല്ലാവർക്കും കുടിക്കാൻ ചെയ്യാം ഓക്കെ. അപ്പോൾ വീട്ടിലെല്ലാം ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ഞാൻ വരും. ഞാൻ നിജു. ഗുഡ് ബൈ.